എന്നാലും ബ്രസീലിനെ നേരിടുമ്പോൾ നോർവേയുടെ പ്രതീക്ഷ മുഴുവൻ ഏർലിംഗ് ഹാലണ്ടിലാണ്. ഹാലണ്ട് ഫോമിലെത്തിയാൽ ബ്രസീൽ പ്രതിരോധം പാടുപെടും. ഇതിനു മുൻപ് നോർവേ ലോകകപ്പിൽ പന്ത് തട്ടിയത് 1998-ൽ. അന്ന് എർലിംഗ് ഹാലണ്ട് ജനിച്ചിട്ട് പോലുമില്ല. വർഷങ്ങൾക്കിപ്പുറം നോർവേയെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ഈ 25-കാരൻ. കായികക്ഷമതയുടെയും അസാധാരണമായ വേഗതയുടെയും ക്ലിനിക്കൽ ഫിനിഷിങ്ങിന്റെയും ഒരു മാരക കോംബോയാണ് ഹാലണ്ട്. എതിരാളികളുടെ ബോക്സിലേക്ക് ഒരു കൊടുങ്കാറ്റ് പോലെ വേട്ടക്കാരന്റെ കൗശലത്തോടെ ഹാലണ്ട് ഇരച്ചു കയറുമ്പോൾ ഏതു പ്രതിരോധ നിരയും തകർന്ന് തരിപ്പണമാകും. ഇടിമിന്നൽ വേഗതയുള്ള ഷോട്ടുകൾ ഗോൾ കീപ്പർമാർക്ക് കണ്ണു ചിമ്മാൻ പോലും സമയം നൽകില്ല. ഈ ലോകകപ്പിലെ ഗോൾ വേട്ടക്കാരിൽ 5 ഗോളുമായി മെസ്സിക്കും എംബാപ്പയ്ക്കും പിന്നാലെ തന്നെയുണ്ട് ഹാലണ്ട്. ഇറാഖിനെതിരെയും സെനഗലിനെതിരെയും ഇരട്ട ഗോൾ, ഐവറി കോസ്റ്റിനെതിരെ നോക്കൌട്ടിൽ വിജയ ഗോൾ. നായകൻ മാർട്ടിൻ ഒഡേഗാർഡ് മധ്യനിരയിൽ നിന്ന് മെനഞ്ഞെടുക്കുന്ന മാന്ത്രിക പാസുകൾ കൃത്യമായി ലക്ഷ്യത്തിൽ എത്തിക്കുക എന്നതാണ് ഹാലണ്ടിന്റെ ദൗത്യം. ബ്രസീലിന്റെ ഹൈലൈൻ പ്രതിരോധത്തിന്റെ വിടവുകളിലേക്ക് ഒഡേഗാർഡ് നൽകുന്ന ത്രൂ പാസുകൾ ഹാലണ്ടിന്റെ മാരകമായ കുതിപ്പുകൾക്ക് വഴി തുറന്നാൽ ബ്രസീൽ വിയർക്കും. വേൾഡ് കപ്പ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.